بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم افتح علينا فتوح العارفين بحكمتك، وانشر علينا رحمتك، وذكرنا ما نسيناه يا ذا الجلال والإكرام. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഹിക്കമിൻ്റെ പൂർത്തീകരണം എന്നോണം ചാതുർ സന്ദേശക്രമം അതിലെ മൂന്നാമത്തെ സന്ദേശമാണ് നാം ഇന്ന് ഓതുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മദ്ഹ്, മാഹാത്മ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ആരാണ്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കപ്പെടുന്നത്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്ഥാനം എന്നതെല്ലാം വിശദീകരിച്ചു തരുന്ന അതിമഹത്തായ ഒരു സന്ദേശമാണ്. ഈ സന്ദേശം ഒരു ചോദ്യത്തിലേക്ക് മറുപടിയായി അവരുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചതായ സന്ദേശമാണ്. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സ്വഹാബത്തിൽപ്പെട്ട നല്ലൊരു വിഭാഗമുണ്ട്. അക്കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു, ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാം ഉണ്ട്. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെ, അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കൽ എങ്ങനെ എന്നുള്ള ചർച്ച അവിടെ വെച്ച് നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ ഹുബ്ബിബലി
മിനദ്ദുന്യാ യാ റസൂലല്ലാഹ് സലാസുൻ. അല്ലാഹുവിൻ്റെ റസൂലേ, ഈ ദുന്യാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമാക്കപ്പെട്ടിട്ടുള്ളത് 3 കാര്യമാണ്. ഇൻഫാഖുമാലി അലൈക്ക്, എൻ്റെ മുതലുകളെ സമ്പത്തുകളെ തങ്ങളുടെ മേൽ ചെലവഴിക്കുക. വൽ ജുലൂസു ബൈന യദൈക്, തങ്ങളുടെ മുമ്പിൽ ഇരിക്കുക. വകഥറത്തു സ്വലാത്തി അലൈക്, തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഇതാണ് എനിക്ക് ദുന്യാവിലുള്ള ഏറ്റവും വലിയ അഭിലാഷങ്ങൾ, ഏറ്റവും വലിയ ആനന്ദങ്ങൾ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ദുന്യാവിൽ നിന്ന് 3 കാര്യങ്ങൾ എനിക്കും ഇഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കും വലിയ താല്പര്യമുള്ളത് 3 കാര്യം തന്നെ. ഏതെല്ലാമാണത്? ഇക്റാമുൽ വൈഫ്, വസ്സിയാമു ഫിസ്സൈഫ്, വല്ലർബു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്സൈഫ്. 1 അതിഥി സൽക്കാരം, 2 പകൽ കൂടുതലുള്ള ചൂട് കാലത്ത് നോമ്പ് നോൽക്കുക, സുന്നത്ത് നോൽമ്പ് നോൽക്കുക. 4-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് ശത്രുക്കളുമായി പൊരുതി വാളുകൊണ്ട് വെട്ടുക. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും ദുനിയാവിൽ നിന്ന് 3 കാര്യങ്ങൾ വലിയ ഇഷ്ടമാണ്. ഏതാണത്? ഇത്ആമുത്ആം, ഭക്ഷണം കൊടുക്കൽ, ഭക്ഷിപ്പിക്കല്. വഇഫ്ശാഉസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കുക, അറിയുന്നവരോടും അറിയാത്തവരോടുമെല്ലാം സലാം ചൊല്ലുക. വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങുന്ന ഘട്ടത്തിൽ രാത്രിയിൽ നിസ്കരിക്കുക. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രാത്രി 1 റക്അത്തുകൾ ഖത്തം തീർക്കുന്നവരായിരുന്നല്ലോ. വലിയ ഇഷ്ടമുള്ള കാര്യമാണ് രാത്രി നിസ്കാരം ജനങ്ങൾ ഉറങ്ങുന്ന ഘട്ടത്തിൽ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏകദേശം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ 3 കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇത്ആമുത്ആം, വഇഫ്ശാഉസ്സലാം, വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണല്ലോ. പാരമ്പര്യമായി ലഭിച്ച മുതലില്ലാതിരിക്കലോട് കൂടെ തന്നെ ധാരാളം സമ്പത്തുകൾ ലഭിക്കുകയും അത് മുഴുവനും ചെലവാക്കുന്നവരുമാണ്. അതാ ഇത്ആമുത്ആം തന്നെയാണ് എനിക്കും ഇഷ്ടം. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഈ പ്രമുഖരായ 4 സ്വഹാബികൾ മറ്റ് സ്വഹാബികളുടെ ഇടയിൽ വെച്ച് അവരുടെ അഭിലാഷങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാന ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്, നിങ്ങൾ ദുനിയാവിൽ നിന്ന് എനിക്കും 3 കാര്യത്തെ ഇഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട്, തൃപ്തിയാക്കപ്പെട്ടിട്ടുണ്ട്. 1 അന്നിസാ വത്തീബ് വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ. 1 സ്ത്രീകൾ, അന്നിസാഉ സ്ത്രീകൾ. 2 സുഗന്ധം. പിന്നെ നിസ്കാരത്തിൽ എൻ്റെ കൺകുളിർമയാക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ എല്ലാവിധ ആനന്ദവും, കൺകുളിർമ എന്ന് പറഞ്ഞാൽ കുറച്ച് തന്നെ കണ്ണിന് തണുപ്പ്, ആ കണ്ണിന് തണുപ്പ്, അതായത് എല്ലാവിധ ആനന്ദവും എല്ലാവിധ ആവേശവും എല്ലാവിധ രസവും എനിക്ക് ഉള്ളത് പരിശുദ്ധ നിസ്കാരത്തിൽ ഞാൻ പ്രവേശിച്ചാലാണ്. സ്വീകരിക്കേണ്ടതുണ്ട്. അന്യസാവു എന്നാ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഭാര്യമാരെ എന്നല്ല, ലോകത്തുള്ള സ്ത്രീകൾ മുഴുവനും എനിക്കിഷ്ടമാണ്. അക്കാലത്ത് സ്ത്രീകളെ ഇഷ്ടം എന്ന് ഒരാൾ പറയണമെങ്കിൽ അവർക്ക് അത് ഉണ്ടായതുകൊണ്ടേ പറയുള്ളൂ. കാരണം സ്ത്രീകളെ എല്ലാവരും ഉപയോഗിക്കുമെങ്കിലും അവർക്ക് ഒരു നിലവാരവും കൊടുക്കാത്ത കാലമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിസാ.
സ്ത്രീ വിമോചകർ എന്ന് പലരും അവകാശപ്പെടുന്നുവെങ്കിലും അവരെല്ലാവരുടെ ഭാഗത്തിൽ നിന്നും സ്ത്രീകൾക്ക് എന്തെങ്കിലും കോട്ടം പറ്റുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ, നിയമങ്ങൾ അവരുടെ പക്കൽ നിന്നുണ്ടായിത്തീരും. ഇന്നും ലോകത്ത് സ്ത്രീകളെ 2ാം നമ്പറായി കാണുന്ന ഒരു കാലമാണ്. എന്നാൽ സ്ത്രീകൾക്ക് പാവനമായ പവിത്രമായ എല്ലാവിധ സ്ഥാനങ്ങളും നൽകിയത് പരിശുദ്ധ ഇസ്ലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങളുടെ സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ, സ്ത്രീകൾക്ക് നൽകിയതായ ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അത് കുറച്ച് കുറവായിപ്പോയി എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. സ്ത്രീകളുടെ പൂർണ്ണ സംരക്ഷണം അത് മറ്റുള്ളവരിൽ ഏൽപ്പിച്ചു. അതോടുകൂടെ അവരുടെ കയ്യിൽ പോക്കറ്റ് മണി കൊടുക്കുകയും വേണം. എന്നല്ലാതെ സ്ത്രീകളോട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ അധ്വാനിക്കാൻ പോവണം എന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. അവരുടെ സംരക്ഷണം മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എത്രമാത്രം ആഴമുള്ള, എത്രമാത്രം സംരക്ഷണം നൽകപ്പെടേണ്ട കാര്യങ്ങളാണ്, എത്രമാത്രം സംരക്ഷണം നൽകിയും കൊണ്ടാണ് സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ സുഗന്ധം, സുഗന്ധം സ്ത്രീയുമാണ് കൂടെ കൂടെ പറയുന്നത്. എന്താണ് സുഗന്ധം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം സുഗന്ധമുള്ളവരാണ്. നബി തങ്ങളുടെ ഒരു മനുഷ്യനെ ഏറ്റവും ദുർഗന്ധമാക്കുന്നത് അവന്റെ വിയർപ്പാണ്. ആ നബി തങ്ങളുടെ വിയർപ്പ് അത്യബുത്തീബാണ്, ഏറ്റവും വലിയ സുഗന്ധമാണ്. സ്വഹാബത്തുകൾ അത് സൂക്ഷിച്ചു കൊണ്ട് നടന്നിരുന്നു, അത് എടുത്തിരുന്നു. നബി തങ്ങൾക്ക് വിയർപ്പ് ധാരാളം ഒഴിക്കുകയും അത് എടുത്ത് കുപ്പികളിലാക്കി സൂക്ഷിച്ചു വെക്കലും പതിവായിരുന്നു. അത്രയും വലിയ സുഗന്ധമാണ് നബി തങ്ങൾ. ആ സുഗന്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദാത്തിയായ സുഗന്ധം ഇബ്നു അജീബ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ആ ദാത്തിയായ സുഗന്ധം അത് ആരെങ്കിലും പറഞ്ഞ് നബി തങ്ങൾക്ക് എന്തെങ്കിലും ദൈവികത കൽപ്പിക്കണ്ട എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഗന്ധം ധാരാളം വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യും. ആ വാങ്ങിയ സുഗന്ധത്തിന്റെ വാസനയാണെന്ന് മനസ്സിലാക്കിക്കോട്ടെ. ദൈവികത ആരും തന്നെ നബി തങ്ങളിലേക്ക് ചേർത്തണ്ട എന്ന് മനസ്സിലാക്കിയും കൊണ്ട് വിശദീകരിക്കേണ്ട വിഷയങ്ങൾ, സ്ഥലങ്ങളാണത്. പിന്നെ നബി തങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദം നിസ്കാരത്തിലാണ്. ഫിസ്വലാ, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും മഅരിഫത്തിലാണ്. ശുഹൂദിലുള്ള നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ആ ശുഹൂദ് കൂടി 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 വരുന്ന ഘട്ടം. പലരും പല സംശയങ്ങളും ഈ ഹിക്മത്തിന് ഈ പറഞ്ഞ സന്ദേശത്തിൽ ഇഷ്കാലാക്കിയിട്ടുണ്ട്. ഒരു ഇഷ്കാലിന് വകുപ്പില്ല. എല്ലാ സമയത്തും ശുഹൂദിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്തും ഒരു കുറവുമില്ലാത്തവർ. നിസ്കാരത്തിലാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പൂർണ്ണമായ ശുഹൂദ് ലഭിക്കും. ആ ശുഹൂദ് ലഭിക്കുമ്പോൾ അതിലേറെ മറ്റൊരു ആനന്ദം എന്താണുള്ളത്? അത് ലഭിക്കുന്ന നിസ്കാരത്തിലാണ്. ദുനിയാവിൽ വെച്ച് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം എനിക്ക് ലഭിക്കുന്നത് നിസ്കാരത്തിലാണ്. മറ്റുള്ള സമയത്ത് നബി തങ്ങൾക്ക് ശുഹൂദ് ഇല്ല എന്നതിനർത്ഥമില്ല. മഹാന്മാർ വിശദീകരിക്കുന്നു, ഇബ്നു അജീബ് തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുജാഹദന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഇഹ്സാനിന്റെ മഖാമിലുള്ളവരാണ്. لأنه أول قدمه في مقام الإحسان إذ لا مجاهدة له ولا سير له باعتبار الوصول.
അള്ളാഹുവിലേക്ക് വാസിലാകുക, അള്ളാഹനെ മനസ്സിലാക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ നബി തങ്ങൾക്ക് മുജാഹദ വേണ്ട, സൈറില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം അള്ളാഹു തആലാന്റെ അളമത്തുകളുണ്ട്, ജലാലിയത്തുണ്ട്, ജമാലിയത്തുണ്ട്, അത് വർണ്ണിക്കാൻ കഴിയാത്തതായത് കൊണ്ട് തന്നെ ഓരോരോ സമയത്തും ഉയർന്ന 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 മഖാമിലേക്ക് അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾ പോകും. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞു ഖുൽ റബ്ബി സിദ്നി ഇൽമാ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമുകൾ അത് വർദ്ധിപ്പിച്ച് 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 തരണേ എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിനെ ഒരു നിലക്കും ഒരു പരിധിയിൽ ഒതുക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ മദ്മൂമായ സിഫാത്ത് കൊണ്ടും എല്ലാ സമയത്തും ശുദ്ധമായവരായതുകൊണ്ട് മുത്തഖറും മിൻഹാ, എല്ലാ ഐബുകളെ തൊട്ടും എല്ലാ പോരായ്മകളെ തൊട്ടും എല്ലാ താഴ്ന്ന സിഫത്തുകളെ തൊട്ടും നബി തങ്ങൾ പരിശുദ്ധരാ. അതുകൊണ്ടാണല്ലോ കവി പാടിയത് ഖുലിഖ്ത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. അത്രയും പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യാതൊരു കുറവും പറയാൻ പറ്റാത്തവർ, ജനിച്ച് വീഴുന്ന അന്ന് മുതൽ തന്നെ പരിശുദ്ധാത്മാവായി വന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഅരിഫത്തിലായി ജീവിച്ച റസൂലുള്ളാഹി തങ്ങൾ. വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ എന്ന ആ പറഞ്ഞ പ്രയോഗം മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ നസായി, അഹ്മദ് പോലെയുള്ള മഹാന്മാരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഈ ഹദീസിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തിൽ എൻ്റെ എല്ലാവിധ ആനന്ദവും സന്തോഷവുമാക്കപ്പെട്ടു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണോ, അതല്ല മറ്റുള്ളവർക്കും ഉണ്ടാകുമോ? അതിന് കൊടുക്കുന്ന മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരമല്ല അവിടെ എടുത്തു പറയുന്നത്, നിസ്കാരം കൊണ്ടുള്ള സന്തോഷമല്ല, ഫിസ്വല എന്നാണ്. ഫി ലർഫിനിക്കാൾ നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ ശുഹൂദിൻ്റെ പൂർണ്ണ രൂപം എനിക്ക് ലഭിക്കുമ്പോൾ അതെനിക്ക് വലിയ ആനന്ദമാണ്. ഈ നബി തങ്ങളെ മഅരിഫത്ത് പോലെയുള്ള മഅരിഫത്ത് ഒരാൾക്കും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നബി തങ്ങൾക്ക് നിസ്കാരത്തിലുണ്ടായിരുന്ന ആ ഒരു ഖുർറത്തു ഐൻ അത് മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ മറ്റുള്ളവർക്ക് മഅരിഫത്ത് ഉണ്ടാവാം. ആ മഅരിഫത്ത് അനുസരിച്ച് അവർക്ക് അതിൻ്റെതായ ഫലങ്ങൾ കിട്ടിയേക്കാം. നബി തങ്ങൾക്ക് ലഭിച്ചതുപോലെ തുല്യപ്പെടുത്തി പറയാൻ ഒരിക്കലും സാധ്യമല്ല. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. സന്ദേശമാണ്. وقال رضي الله عنه لما سئل عن قوله صلوات الله وسلامه عليه وجعلت قرة عيني في الصلاة هل ذلك خاص به أم لغيره منه شرب ونصيب. മഹാനായ താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിൽ എനിക്ക് എല്ലാ സന്തോഷവും കൺകുളിർമയും ആനന്ദവും അതിയായ രസവും നൽകപ്പെട്ടു എന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണോ? അതല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തവർക്കും ഈ ആനന്ദം, രസം, ആവേശം ലഭിക്കുമോ? അതായത് അല്പം അയവിറക്കാൻ കഴിയുമോ, ഒരു വിഹിതം ലഭിക്കുമോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഫഅജാബ ഇന്ന ഖുറത്തൽ ഐനി ബിശ്ശുഹൂദി
അലാ ഖദിരിൽ മഅരിഫത്തി ബിൽ മശ്ഹൂദ്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, അകങ്കണ്ണുകൊണ്ട് ദർശിക്കപ്പെടേണ്ടവനെ എത്രത്തോളം അറിയുന്നു അതിനനുസരിച്ചായിരിക്കും അവന്റെ ശുഹൂദ്. തിരുദർശനം ലഭിച്ച് കൺകുളിർമയായി ആനന്ദ ആവേശ ലബ്ധി ഉണ്ടാകുക. ഫർറസൂലു ലൈസ മഅരിഫത്തുൻ കമഅരിഫതിഹി ഫലൈസ ഖുർറത്തു ഐനിൻ കഖുർറതിഹി. അപ്പോൾ നബി തങ്ങളുടെ മഅരിഫത്ത് പോലെ ഒരു മഅരിഫത്തും ഇല്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ ആനന്ദം പോലെ മറ്റൊരു ആനന്ദവുമില്ല. വഇന്നമാ ഖുൽനാ ഇന്ന ഖുർറത ഐനിഹി ഫീ സ്വലാത്തിഹി ബിശുഹൂദി ജലാലി മശ്ഹൂദി. തീർച്ച നബി തങ്ങൾ അകക്കണ്ണ് കൊണ്ട് കാണപ്പെടേണ്ടവന്റെ ഗാംഭീര്യം നിസ്കാരത്തിൽ ദർശിക്കുന്നത് കൊണ്ടാണ് നബി തങ്ങൾ കൺകുളിർമയാകുന്നത്, നിസ്കാരമെന്ന കർമ്മം ചെയ്യുന്നത് കൊണ്ടല്ല എന്ന് നാം പറഞ്ഞു. ലിഅന്നഹു ഖദ് അശാറ ഇലാ ദാലിക ബിഖൗലിഹി ഫിസ്വലാ വലം യഖുൽ ബിസ്വലാ. കാരണം തീർച്ചയായും അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞത് ഫിസ്വലാ, നിസ്കാരത്തിൽ എനിക്ക് മഹാ ആനന്ദം നൽകപ്പെട്ടു. ബിസ്വലാ, നിസ്കാരം കൊണ്ട്, നിസ്കാരം കാരണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഹുവ ലാ തഖുറു ഐനുഹു ബിഗൈരി റബ്ബിഹി. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ആനന്ദിക്കൂല, ആവേശം കൊള്ളില്ല, കണ്ണ് കുളിർമയാവൂല നബിയുടെ റബ്ബിനെ കൊണ്ടല്ലാതെ. വകൈഫ വഹുവ യദുല്ലു അലാ ഹാദൽ മഖാമി വയഅ്മുറു ബിഹി മൻ സിവാഹ്. എങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആനന്ദം കൊള്ളും? ഒരിക്കലുമില്ല. ഈ ഒരു മഖാം നബി പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ അതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ബിഖൗലിഹി ഉഅ്ബുദില്ലാഹ കഅന്നക തറാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൊണ്ട് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, നീ അള്ളാഹുവിനെ കാണും പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് വാരിദായ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മശൂറായ ജിബ്രീലിന്റെ ഹദീസ്. അതിൽ ഇഹ്സാനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് എന്നാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. അതൊരു റിവായത്താണ്. അത് ബുഖാരി ജിബ്രീലിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞുകൊടുത്താണ് അൻ തഅബുദല്ലാഹ എന്ന് പറഞ്ഞത്. എന്നാൽ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിൽ പറഞ്ഞ വാക്ക് ഉഅ്ബുദില്ലാഹ കഅന്നക തറാഹ്, ഉഅ്ബുദില്ലാഹ കഅന്നക തറാഹ്, നീ ഇബാദത്ത് എടുക്കുക. ഈ ഉഅ്ബുദില്ലാഹ എന്ന റിവായത്തോട് കൂടെയുള്ള റിവായത്ത് ബഹുമാനപ്പെട്ട ഇമാം ത്വബറാനി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തതാണ്. അതുകൊണ്ട് അൻ തഅബുദ എന്നല്ലേ ഉള്ളത്, ഉഅ്ബുദ് നീ എവിടെ ഉണ്ട് എന്ന് ചോദിച്ച് ഇസ്കാലാക്കേണ്ടതില്ല. അങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്, ത്വബറാനി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂല് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത്, ഇഹ്സാന്റെ മഖാമിൽ എത്താൻ വേണ്ടി പറയുന്നത് അല്ലാഹു തആലാനെ കാണും പോലെ നീ ഇബാദത്ത് ചെയ്യേ എന്നാണ്. വമുഹാലുൻ അയ്യറാഹു വയശ്ഹദ മഅഹു സിവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിനെ കാണുമ്പോൾ അള്ളാഹു അല്ലാത്തതിനെ ഉൾക്കൊള്ളൽ അസംഭവ്യമാണ്, മുഹാലാണ്.
എന്തായാലും നബിന്റെ ഇബാദത്തുകൾക്ക് നിസ്കാരത്തിൽ ഇഹ്സാനുണ്ടാകും, അള്ളാഹുവിനെ ദർശിക്കും. ആ ദർശിക്കുമ്പോൾ ഞാനൊരു വലിയൊരു സംഭവമായ നിസ്കാരം കൂടി ചെയ്തു എന്ന് ആ നിസ്കാരത്തെ കാണൽ അസംഭവ്യമാണ്, മുഹാലാണ്. അതുകൊണ്ട് നബി തങ്ങൾക്ക് കൺകുളിർമയായിരുന്നത് അള്ളാഹുവിന്റെ ശുഹൂദ് കൊണ്ടാണ്. എപ്പോഴും ശുഹൂദുള്ള നബി തങ്ങൾക്ക് നിസ്കാരത്തിലുള്ള ശുഹൂദ് അക്മലായിരുന്നു. ഇഹ്കാമുൽ ഇക്കമുലെല്ലാം ഈ പ്രയോഗം വളരെ ഇഷ്കാലാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ശുഹൂദിന്റെ മർത്തബയിലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധാരണ മനുഷ്യന്മാർക്കുള്ളത് പോലെയല്ലോ ഉറക്ക് പോലും, അവരുടെ ഹൃദയം അപ്പോഴും ശുഹൂദിൽ തന്നെയല്ലേ. നബി തങ്ങൾ പറയല്ലോ, ഞങ്ങൾ അമ്പിയാക്കൾ, ഞങ്ങൾ ഉറങ്ങിയ ഞങ്ങളുടെ ഉറക്ക് ഹൃദയം ഉറങ്ങില്ല, കണ്ണേ ഉറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറക്കിൽ ലഭിക്കുന്നത് ആ കണ്ണ് ചിമ്പിയിട്ടുള്ള ആ ശരീരത്തിന്റെ ക്ഷീണം മാറ്റാനുള്ള കടുത്തം, ലാഹിറോ ശരീരത്തിന്റെ പുറം ഭാഗം തൊട്ടാൽ ചിലപ്പോൾ അവർ അറിഞ്ഞില്ല എന്ന് വരും. പക്ഷേ മനസ്സ് ഹദ്റത്ത് ഖുദ്സിലായിരിക്കും, ശുഹൂദിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നങ്ങളെല്ലാം വഹിയാണ്. യാതൊരു പിഴവും അതിൽ സംഭവിക്കൂല. അങ്ങനെയാകുമ്പോൾ പിന്നെ നിസ്കാരത്തിൽ പ്രത്യേക ശുഹൂദുണ്ടായി എന്ന് പറയുന്നത് ശരിയാണോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ എത്രത്തോളം, ഇമാം അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ പറഞ്ഞു, 40 വർഷമായി അല്ലാഹു തആല ഒരു സെക്കൻഡ് പോലും എൻ്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഫാലിനെ പോലത്തവർ പറഞ്ഞില്ലേ, വലൗ ഖാത്തറത് ലീ ഫീ സിവാക ഇറാദത്തുൻ അലാ ഖാതിരി യൗമൻ ഹകംതു ബിരിദ്ദതി. അപ്പൊ അങ്ങനെ അല്ലാഹു തആല അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് പോലും മറയലില്ലെങ്കിൽ പിന്നെ തങ്ങൾക്ക് നിസ്കാരത്തിൽ ശുഹൂദുണ്ടായി, അതുകൊണ്ട് കണ്ണ് കുളിർമയായി എന്ന് പറയുന്നത് അത്രത്തോളം ശരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന്റെ മറുപടിയാണ് മഹാനവർകൾ പറഞ്ഞത്, ഈ കിതാബിൽ തന്നെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തിലുള്ള ശുഹൂദ് അക്മലായ ശുഹൂദാ. അവിടെയാണ് ഏറ്റവും വലിയ ആനന്ദം. ഖുർറത്ത് ഐൻ ഉപയോഗിക്കൽ അവിടെയാണ്. ഖുർറത്ത് ഐൻ അവിടെയാ. ബാക്കിയുള്ളവർക്ക് ആനന്ദമില്ല എന്നോ ശുഹൂദില്ല എന്നോ അതിനർത്ഥമില്ല. ഇവിടെ ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർറത്ത് ഐൻ നിസ്കാരത്തിലുണ്ടായത് അള്ളാഹുവിനെ കാണൽ കൊണ്ടാണ്. അപ്പോൾ നല്ലൊരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. ആ ചോദ്യമാണ് ഇനി ചോദിക്കുന്നത്. അതിന് മറുപടിയും പറയാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. അല്ലാഹു തആലാന്റെ ഫള് റഹ്മത്ത് കൊണ്ട് അവര് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഒരാൾക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ്, അത് ഏതൊരാൾക്കും വലിയ അനുഗ്രഹമല്ലേ. ആ തൗഫീഖ് ലഭിച്ചതിന്റെ പേരിൽ, നിസ്കാരം എന്ന കർമ്മം നിർവഹിച്ചതിന്റെ പേരിൽ അതുകൊണ്ട് സന്തോഷിച്ചാൽ എന്ത് ദോഷമുണ്ട്? അതുകൊണ്ട് സന്തോഷിക്കാൻ ഖുർആന്റെ കൽപ്പനയല്ലേ. അതുകൊണ്ട് ഖുർആൻ നിസ്കാരം കൊണ്ടും മറ്റു ഇബാദത്തുകളെ കൊണ്ടും സന്തോഷിക്കാലോ. പിന്നെ നിസ്കാരത്തിൽ എന്ന് പറഞ്ഞ ആ ഫീക്ക് എന്തുകൊണ്ട് ബാഗിന്റെ അർത്ഥം വെച്ചൂടാ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ പോവുകയാണ് മഹാനവർകൾ. ഫഇൻ ഖാല ഖായിലുൻ ഖദ് തകൂനു ഖുർറത്തുൽ ഐനി ബിസ്സലാ ലിഅന്നഹാ ഫദ്ലുൻ മിനല്ലാഹ് വബാരിസത്തുൻ മിൻ ഐനി മിന്നത്തില്ലാഹ് ഫകൈഫ ലാ യഫ്റഹു ബിഹാ വകൈഫ ലാ തകൂനു ഖുർറത്തുൽ ഐനി ബിഹാ വഖദ് ഖാല സുബ്ഹാനഹു വതആല ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. ഒരു ചോദിക്കുന്നവൻ ചോദിച്ചാൽ ഹദീസിൽ പറഞ്ഞ ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ എന്നതിലെ ഫിസ്സലാ എന്നതിന് നിസ്കാരത്തിൽ എന്ന് അർത്ഥം നൽകും പോലെ
നിസ്കാരം കൊണ്ട് എന്നും വിവക്ഷിക്കാമല്ലോ. ഫി എന്ന അക്ഷരത്തിനിക്ക് രണ്ട് അർത്ഥമുണ്ട്. രണ്ടും ഉദ്ദേശിക്കുന്നതിനിക്ക് തടസ്സമൊന്നുമില്ല. മാത്രമല്ല, നിസ്കാരം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹു ഔദാര്യമായി അടിമയിൽ പ്രകടമാക്കുന്നതുമാണ്. അപ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് സന്തോഷിക്കാതിരിക്കലെങ്ങനെ? നിസ്കാരം കൊണ്ട് കൺകുളിർമ, ആനന്ദം എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? തീർച്ചയായും അല്ലാഹു ആജ്ഞാപിച്ചത് ഇങ്ങനെയല്ലേ? നീ പറയൂ. അവർ വല്ലത് കൊണ്ട് ആവേശവും ആഘോഷവും ആനന്ദവും കൊള്ളുന്നെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രം അവർ ആഘോഷിക്കട്ടെ. അല്ലാഹുവിൻ്റെ ഔദാര്യമായ അനുഗ്രഹമായ നിസ്കാരം കൊണ്ട് ആഘോഷിക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമായില്ലേ? ഇതാണ് ചോദ്യം. ഫഅലം അന്നൽ ആയത ഖദ് ഔമഅത് ഇലൽ ജവാബി ലിമൻ തദബ്ബറ സിർറൽ ഖിതാബ്. എന്നാൽ നീ അറിയൂ, അല്ലാഹുവിൻ്റെ അഭിസംബോധന രഹസ്യം ചിന്തിക്കുന്നവർക്ക് ഈ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് ഈ ആയത്ത് തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ഇത് ഖാല ഫബിദാലിക ഫല്യഫ്റഹൂ, അതുകൊണ്ട് അവർ ആനന്ദിക്കട്ടെ എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കൂ. വമാ ഖാല ഫബിദാലിക ഫഫ്റഹ് യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ തങ്ങൾ അതുകൊണ്ട് ആഘോഷിക്കൂ എന്ന് പറഞ്ഞില്ല. കുല്ലഹും ഫല്യഫ്റഹൂ ബിൽ ഇഹ്സാനി വത്തഫദ്ദുൽ വൽയകുൻ ഫറഹുക അൻത ബിൽ മുതഫദ്ദിൽ. നിങ്ങൾ അവരോട് പറയൂ, അവർ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും ആഘോഷിക്കട്ടെ. നിങ്ങളുടെ ആനന്ദം ഔദാര്യം ചെയ്യുന്ന അല്ലാഹുവിനെ കൊണ്ട് ആയിരിക്കട്ടെ. കമാ ഖാല ഫിൽ ആയത്തിൽ ഉഖ്റാ ഖുലില്ലാഹ് സുമ്മ ദർഹും ഫീ ഖൗളിഹിം യൽഅബൂൻ. നീ പറയൂ, അല്ലാഹ് പിന്നീട് അവരെ അവരുടെ അന്ധകാരത്തിൽ കളിക്കുന്നവരായി ഉപേക്ഷിക്കൂ. മറുപടിയുടെ ചുരുക്കം, ഫബിദാലിക ഫല്യഫ്റഹൂ, അംറു ഗായിബാണ്. ഫല്യഫ്റഹൂ, ലിയഫ്റഹൂ എന്ന് പറയുന്നത് അംറു ഗായിബ. അല്ലാഹുവിൻ്റെ ഫള്, റഹ്മത്ത്, ഇതുകൊണ്ട് ആഘോഷം പ്രകടിപ്പിക്കേണ്ടത് അവരാണ്. ആയത്തിൽ പറയുന്നത് അവര്, ഫൽതഫ്റഹ് എന്നല്ല, നിങ്ങൾ ആലോചിച്ച് സന്തോഷിക്കൂ എന്നല്ല. അംറു ഗായിബിന്റെ സീഗാണ്. അവർ സന്തോഷിക്കട്ടെ. അവര് എന്ന് പറയുമ്പോൾ അതിൻ്റെ മഫ്ഹൂം എന്താ വരിക? തങ്ങളല്ല. തങ്ങൾക്കെന്ത് ഫള്, തങ്ങൾക്കെന്ത് റഹ്മത്ത്? തങ്ങൾ ആഘോഷിക്കേണ്ടത് തങ്ങളുടെ എല്ലാ ഫറഹും നൽകുന്ന ആ മുത്തഫദ്ദിലിനെ കൊണ്ടാണ്. തങ്ങളെ മുമ്പിൽ എപ്പോഴും മുത്തഫദ്ദിലല്ലാത്ത വേറെ വല്ലതുമുണ്ടോ? എപ്പോഴും തങ്ങളുടെ മുമ്പിൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ. ഒരു സമയവും മനസ്സിൽ നിന്ന് അത് അവന്റെ കമാലിയത്തിന്റെ സിഫത്തോടു കൂടെ ഒരിക്കലും തങ്ങളിൽ നിന്ന് അത് മാറുന്നില്ല. തങ്ങൾ ശുഹൂദില തന്നെയാണുള്ളത്. അതുകൊണ്ട് തങ്ങൾക്കുള്ള സന്തോഷങ്ങള്, ഫറഹുകള് അള്ളാഹുവിനെ കൊണ്ട് മാത്രം തന്നെ ആവട്ടെ. മറ്റുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ദർശനങ്ങൾ, ശുഹൂദുകൾ, മുശാഹദ ലഭിക്കലോട് കൂടെ തന്നെ അവർക്ക് ഖൽഖിലേക്ക്, അവർ ചെയ്യുന്ന അമലുകളിലേക്ക്, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളിലേക്ക് എല്ലാം ചിന്തകളുണ്ടാകും.
അവർ അതുകൊണ്ടും സന്തോഷിച്ചോട്ടെ. അപ്പൊ ഫൽ യഫ്രഹു എന്നതാണ് പ്രയോഗം. കാരണം മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ അൻആമില് ഖുലില്ലാഹ് സുമ്മ ദർഹും ഫീ ഖൗദിഹിം യൽഅബൂൻ. അവിടെ ആയത്തിലേക്ക് ലാഹിരിയായ അർത്ഥമുണ്ട്, വാഹിറു തഫ്സീറുണ്ട്. മുമ്പ് നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സൂഫിയാക്കൾ സമ്മതിക്കും. അപ്പം നേരർത്ഥം ആയത്തിന് മുന്നുള്ളത് ഓതുമ്പോൾ ഖുലില്ലാഹ്, ഈ തൗറാത്തിൽ ആരാണ് ഇറക്കിയത്, മുമ്പുള്ള ഗ്രന്ഥങ്ങളെ ആരാണ് ഇറക്കിയത് എന്നാണ് അവിടെ പറയുന്നത്. അത് അള്ളാഹു ആണ് ഇറക്കിയത് എന്ന് പറയൂ. അതങ്ങനെ അർത്ഥം തന്നെ ഉണ്ട്. അതോടുകൂടെ ഈ വാക്കിനെ അതിൽ നിന്ന് കട്ട് ചെയ്ത് ഖുലില്ലാ സുമ്മദർഹും ഫീ ഖൗദിഹിം യൽഅബൂൻ എന്നത് മാത്രം വെച്ച് നോക്കുമ്പോൾ ഇശാരിയായ നിലക്ക് ഇതിൽ നിന്നൊരു പ്രയോഗമാണിത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങൾ അല്ലാഹ് എന്ന് പറയണം. എല്ലാത്തിനും എനിക്ക് അള്ളാഹുണ്ട്, അള്ളാഹുവിനെ വിട്ടെനിക്ക് യാതൊന്നുമില്ല, എല്ലാം അള്ളാഹുവാണ്. പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം ആസ്വദിച്ച്, എത്രമാത്രം ആവേശത്തോടുകൂടെ എല്ലാവിധ ആഘോഷങ്ങളും എല്ലാവിധ ആസ്വാദനവും ലഭിച്ചുകൊണ്ടാണ് നബി തങ്ങൾ നിസ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, ദുനിയാവിൽ വെച്ച് എൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്നത്, കുളിര് ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത്, എനിക്ക് ഏറ്റവും വലിയ ആനന്ദം ദുനിയാവിൽ വെച്ച് ലഭിക്കുന്നത് ഞാൻ നിസ്കാരത്തിലായി കൊണ്ടിരിക്കുന്ന സമയത്താണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരം അല്ലാഹു തആല നൽകിയത് ലൈലത്തുൽ മിഅ്റാജിലാണ്, ഇസ്രാഇന്റെ രാത്രിയാണ്. ആ ഒരു രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പോരിശയായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആ ലൈലത്തുൽ ഇസ്രാഇനേക്കാൾ അഫ്ളലായ മറ്റൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതായ പകലുകൾ, ആ പകലുകളിൽ വച്ച് ഏറ്റവും മഹത്വമേറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട ആ ദിവസമാണ്. ആ രാത്രിയാണ് രാത്രികളിൽ വെച്ച് ഏറ്റവും പോരിശയായത്. വഅന്ന അഫ്ളൽ ലയാലി ലൈലത്തുൽ മൗലിദി ശരീഫ്. ആകാശവും ഭൂമിയും പടച്ചു, രാവും പകലും പടച്ചു, അതിൽ വെച്ച് ഏറ്റവും പോരിശയായത് ഏത് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചതായ ആ ഒരൊറ്റ രാത്രിയാണ്. അതാണ് അലൽ ഇത്ലാഖ് ഏറ്റവും അഫ്ളലായ, അഷ്റഫുൽ ഖൽഖായ, റഹ്മത്തുൽ ലിൽ ആലമീനായ, ശഫീഉൽ മുദ്നിബീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല പൂജാതരാക്കിയ ദിവസം രാത്രി. അതാണ് രാത്രികളിൽ വെച്ച് ഏറ്റവും പോരിശയായത്. അത് ആകെ ഒരു ദിവസമേ ഉള്ളൂ. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയ ആ ഒരു രാത്രി, അത് ഒറ്റ രാത്രിയേ ഉള്ളൂ. അതാണ് ഏറ്റവും മഹത്തായ രാത്രി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഹാദാ ബിന്നിസ്ബത്തി ലനാ
ലൈലത്തുൽ മൗലിദ് ഷരീഫ് ഏറ്റവും അഫ്ളലായി വരുന്നത് നമ്മെ കൊള്ള ചേർത്തി നോക്കിയിട്ടാണ്. വമ്മാ ബിന്നിസ്ബതി ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലൈലത്തുൽ ഇസ്റാഇ അഫ്ളലുൽ ലയാലി, രാത്രികളിൽ വെച്ച് ഏറ്റവും പോരിശയായത് ഇസ്റാഇന്റെ രാത്രിയാണ്. ലിഅന്നഹു റആ ഫീഹാ റബ്ബഹു ബിഐനൈ റൈസിഹി, രണ്ട് തലയിലുള്ള രണ്ട് കണ്ണുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ നേരിട്ട് കണ്ട ദിവസം. അന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നിസ്കാരം നൽകിയത്. ആ സമ്മാനമാകുന്ന നിസ്കാരം, അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ അനുഭൂതി ലഭിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ദിവസങ്ങളുടെ പ്രത്യേകത പറ്റി പറയുമ്പോൾ മഹാന്മാർ പറയുന്നത് വൽഹാസിലു ഷർവാനി 2405 കാണാം. വൽഹാസിലു അന്ന അഫ്ളൽ അയ്യാമി ഇൻദനാ യൗമു അറഫ. ശഫീഈ മദ്ഹബ് പ്രകാരം ഏറ്റവും പകലിൽ വെച്ച് ഏറ്റവും പോരിശയായത് അറഫയുടെ പകലാണ്. പിന്നെ വെള്ളിയാഴ്ചയാണ്, പിന്നെ വലിയ പെരുന്നാൾ ഈദുൽ അദ്ഹയാണ്, സുമ്മ ഈദുൽ ഫിത്ർ, പിന്നെ ഈദുൽ ഫിത്റാൻ. വഅന്ന അഫ്ളൽ ലയാലി ലൈലത്തുൽ മൗലിദി ശരീഫ്, സുമ്മ ലൈലത്തുൽ ഖദ്ർ, സുമ്മ ലൈലത്തുൽ ജുമുഅ, സുമ്മ ലൈലത്തുൽ ഇസ്റാ. هذا بالنسبة لنا، وأما بالنسبة له صلى الله عليه وسلم فليلة الإسراء أفضل الليالي. അപ്പോൾ ഈ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു ആസ്വദിച്ച് നിസ്കരിച്ചിരുന്നത് എന്ന് ഒന്ന് രണ്ട് ഹദീസുകളിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാം. ഇതുമായി ബന്ധപ്പെട്ട കുറേ ഹദീസുകൾ പല ക്ലാസ്സുകളിലായി നാം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്നവർ പറയുന്നു, ഇമാം ബുഖാരിയുടെ ഹദീസാണ്. അന്നഹു സഅല ആയിഷത റളിയല്ലാഹു തആല അൻഹാ, അബൂ സലമ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാൻ. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു? ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. 11 റക്അത്തിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലും റമളാനല്ലാത്ത ദിവസങ്ങളിലും ഏറ്റലില്ല. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. റമളാൻ അല്ലാത്തതുമെന്ന് കുട്ടി പറഞ്ഞപ്പോൾ ഈ പറയുന്നത് ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. തറാവീഹ് ഇല്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഖിയാമുൽ ലൈൽ, വിത്ർ നബി റമളാനിലും റമളാനല്ലാത്ത അന്നും 11 കൂടുതൽ നിസ്കരിക്കലില്ല. ഇതിന് നബി തങ്ങൾ റമളാനിലും റമളാനല്ലാത്ത രാത്രികളിലുള്ള നിസ്കാരത്തെ വിശദീകരിക്കുകയാണ്. യുസല്ലി 4 റക്അത്തിൻ, നബി തങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് 4 റക്അത്ത് നിസ്കരിക്കും. ആ 4 റക്അത്തിന്റെ ഭംഗി, അതിൻ്റെ ദൈർഘ്യം, അതിനെപ്പറ്റി നീ ചോദിക്കണ്ട. അത് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ദൈർഘ്യവും വിശദീകരിച്ച് മനസ്സിലാക്കി തരാൻ സാധ്യമല്ല. അത്രയും ആസ്വദിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്നത്. സുമ്മ യുസല്ലി 4, ആ 4 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ 4 റക്അത്ത് നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. ആ പിന്നീട് നിസ്കരിക്കുന്ന 4നെ പറ്റി, അതിൻ്റെ ദൈർഘ്യത്തെപ്പറ്റി, അതിൻ്റെ ഭംഗിയെപ്പറ്റി നീ ചോദിക്കണ്ട, അത് വർണ്ണിക്കാൻ കഴിയൂല. സുമ്മ യുസല്ലി 4 ഫലാ സുമ്മ യുസല്ലി 3, 4 4 8, 8 3 11. പിന്നെ തങ്ങൾ ഒരു 3 നിസ്കരിക്കും. അങ്ങനെ ഹദീസ് വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ പറഞ്ഞത്. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. ആ നിസ്കാരത്തെ ഭംഗി,
അതിൻ്റെ ദൈർഘ്യം അതിനെപ്പറ്റി നീ ചോദിക്കല്ല. ചോദിച്ചാൽ അത് വിശദീകരിച്ച് വർണ്ണിച്ചു തരാൻ കഴിയൂല. അതിനേക്കാളും അപ്പുറമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിൻ്റെ ദൈർഘ്യവും ആ നിസ്കാരത്തിൻ്റെ അഴകും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ആസ്വാദനവും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഖാല സ്വല്ലൈതു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞാൻ നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരത്തിനെ പറ്റിയാണ് പറയുന്നത്. സുന്നത്ത് നിസ്കാരത്തിൽ ജമാഅ നബി തങ്ങളോട് തുടർന്ന് പലപ്പോഴും പലരും നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ നബി തങ്ങളോട് കൂടെ ഒരു രാത്രി നബി തങ്ങളുടെ ഖിയാമുൽ ലൈൽ തുടർന്ന് നിസ്കരിച്ചു. ഫഫ്തഹൽ ബഖറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബഖറ തുടങ്ങി. ഫഖുൽതു യർകഉ ഇൻദൽ മിആ, അൽ ബഖറ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു 100 റക്അത്ത് നിസ്കരിച്ചാൽ നബി തങ്ങൾ നിസ്കാരം നിസ്കരിച്ച് തീർക്കും. 100 റക്അത്ത് കൊണ്ട് നിസ്കരിക്കും. 2 റക്അത്തും കൂടി 100 ആയത്ത് കൊണ്ടേ ഓതുള്ളൂ. സുമ്മമള, 100 റക്അത്ത് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ തുടർന്നു. ഫഖുൽതു യുസല്ലി ബിഹാ ഫി റക്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബഖറ കൊണ്ട് നിസ്കരിക്കും. ഫമള, പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നു. ഫഖുൽതു യർകഉ ബിഹാ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് തീർക്കും എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് റുകൂ ചെയ്യും. സുമ്മഫ്തഹ നിസാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബഖറ കഴിഞ്ഞപ്പോൾ നിസാ സൂറത്തിനെ തുടങ്ങി. ഫഖറാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബഖറയെയും ഓതി. സുമ്മഫ്തഹ നിസാഅ, പിന്നെ സൂറത്തു നിസാഇനെ തുടങ്ങി. ഫഖറാഹ, എന്നിട്ട് നിസാഇനെ തീർത്തു ഓതി. പിന്നീട് നിസാ കഴിഞ്ഞതിന് ശേഷം ആലു ഇമ്രാൻ സൂറത്തിനെ ഓതി. അതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. എങ്ങനെയാണ് ഈ ഓതുന്നത്? യഖ്റഉ മുതറസ്സിലാ, വളരെ സാവകാശം തർത്തീലായി നബി തങ്ങൾ ഓതി. ഇദാ മർറ ബിആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബഹ, നബി തങ്ങൾ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്ന വല്ല ആയത്തും ഓതിയാൽ നബി തങ്ങൾ തസ്ബീഹ് ചൊല്ലും. വഇദാ മർറ ബിസുആലിൻ സഅല, വല്ല ചോദിക്കാൻ കൽപ്പിക്കുന്ന ആയത്ത് ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ദുആ ചെയ്യും. വഇദാ മർറ ബിതഅവ്വുദിൻ തഅവ്വുദ, കാവലിനെ തേടേണ്ട വല്ല സ്ഥലവും എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവലിനെ തേടും. സുമ്മ റകഅ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുകൂ ചെയ്തു. ഫജഅല യഖൂലു സുബ്ഹാന റബ്ബിയൽ അളീം, നബി തങ്ങൾ സുബ്ഹാന റബ്ബിയൽ അളീം എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫകാന റുകൂഉഹു നഹ്വ മിൻ ഖിയാമിഹി, നബി തങ്ങളുടെ റുകൂഉ ഖിയാമിൻ്റെ അത്ര തന്നെയായിരുന്നു, ഏകദേശം അത്ര തന്നെ ആയിരുന്നു. സുമ്മ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ, പിന്നെ ഇഅ്തിദാലിലേക്ക് വന്നു. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു റിവായത്തിൽ കാണാം അതിൻ്റെ ശേഷം റബ്ബനാ ലക്കൽ ഹംദു എന്ന് ചൊല്ലിയെന്ന് തൊട്ടടുത്ത ഹദീസിലുണ്ട്. സുമ്മ ഖാമ തവീലൻ ഖരീബൻ മിമ്മാ റകഅ, ഏകദേശം റുകൂ ചെയ്ത അത്ര അതിനോട് അടുത്തും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമിലായി ദീർഘനേരം നിന്നു, ഇഅ്തിദാലിൽ നിന്നു. സുമ്മ സജദ, പിന്നെ സുജൂദ് ചെയ്തു. ഫഖാല സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഫഖാന സുജൂദുഹു ഖരീബൻ മിൻ ഖിയാമിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദ് ഖിയാമിൻ്റെ അത്ര തന്നെ ആയിരുന്നു, ഏകദേശം അത്രയായിരുന്നു. ഇമാം മുസ്ലിമിൻ്റെ 772-ാമത്തെ ഹദീസാണത്. ഒരു റക്അത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിച്ച്, എത്രത്തോളമാണ് ആസ്വാദനം,
അത് വർണ്ണിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മാതിരി ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അഴകത്രയെന്ന് ചോദിക്കണ്ട. കാരണം അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാണ്. നമ്മളിൽപ്പെട്ട പലരും നാം കാണും, അവർ ചില ഡാൻസുകൾ, ചില പാട്ടുകൾ, ചില സംഗീതങ്ങൾ എല്ലാം കേട്ടാൽ വല്ലാതെ ആസ്വദിക്കുന്നത് നമുക്ക് കാണാം. കൈ കൊണ്ടും കാലുകൊണ്ടും തല കൊണ്ടും ആംഗ്യം കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് കാണാം. എന്നതുപോലെ അതിലേറെ അന്തസ്സിൽ ഖുർറത്ത് ഐനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരം സ്വന്തമായ നിസ്കാരം ചെയ്ത് കിട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ നിസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകമായി പറയുന്നത്. വളരെ ആസ്വദിച്ച് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നിസ്കരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഞാൻ നിസ്കരിച്ചു. ഫഅത്വാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ ദീർഘിപ്പിച്ചു. ഹത്താ ഹമംതു ബി അംരി സൂ, ഞാനൊരു ചീത്ത കാര്യം ഞാൻ കരുതിപ്പോയി എൻ്റെ മനസ്സിൽ. അതിന് മാത്രം അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘിപ്പിച്ചു. ഖാല, റാവി പറയാണ് അബൂവായിൽ, ഖീല വമാ ഹമംത ബിഹി, നിങ്ങൾ നബി തങ്ങളെ കൊണ്ട് എന്താ കരുതിയത്? ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച മാതിരി ഒന്നുമല്ല, നബി തങ്ങളെ പിടിച്ച് ഇരുത്താനൊന്നും ഉദ്ദേശിച്ചതല്ല. ഹമംതു അൻ അജ്ലിസ വഅദഅഹു, ഞാൻ ഇരിക്കാൻ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിയാമിലായി ഒഴിവാക്കിയിട്ട് ഞാൻ ഇരുന്നാലോ എന്ന് വിചാരിച്ചു. കാരണം കാല് കടഞ്ഞുപോയി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കാല് കടയുണ്ട്. അപ്പൊ അവര് പറയാൻ, ഞാൻ ഇരുന്ന് നിസ്കരിച്ചാലോ, നിൽക്കാൻ കഴിയാങ്ങനെ ഇരിക്കാലോ, നബി തങ്ങളെ നിൽക്കുന്നതിനായി ഒഴിവാക്കിയും ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ അത് പിന്നെ വേണ്ടി നബി തങ്ങളെ പിന്നിൽ ഞാൻ നിന്നുപോയി. കാല് കടിയും തങ്ങളുടെ ശരീരത്തിലേക്ക് ഖിയാമ് കൊണ്ടിട്ട് നീര് വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷെ അത് നബി തങ്ങൾ അറിയില്ല. ആസ്വാദനത്തിൻ്റെ നിസ്കാരമായത് കൊണ്ട് അതിന് ദുനിയാവിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിലേറെ സുഖവും അതിലേറെ രസവും അതിലേറെ ആനന്ദവും കിട്ടുന്ന മറ്റൊരു സംഗതിയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് ഖുർറത്തു ഐനി ഫിസ്സലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.